ബിഗ് ബോസ് സീസൺ 7 നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് രേണുസുതി. ചുവന്ന സാരിയിൽ ബിഗ് ബോസിൻ്റെ വാതിൽ തുറന്നു വന്ന രേണുസുതി കിടിലൻ ഡാൻസ് ചെയ്താണ് അകത്ത് പ്രവേശിച്ചത്. കൂടാതെ നമ്മുടെ ലാലേട്ടൻ്റെ കാല് തൊട്ട് തൊഴുതാണ് ആരംഭിച്ചത്. ഒരുപാട് സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ രേണുവിന് പറയാനുണ്ട്. അത് വേറെ വശം. രേണുവും ലാലേട്ടനും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ലാലേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇപ്പം എവിടെ നോക്കിയാലും റീലിൽ നോക്കിയാലും രേണുവിനെയാണല്ലോ കാണുന്നതെന്ന് പറയുമ്പോൾ രേണുവിന് അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ആളത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് ശരിയാണ് ലാലേട്ട, റീൽസ് ഫുള്ള് ഞാനാണ് എന്ന് രേണു എടുത്തു പറഞ്ഞു. അതിനുശേഷം രേണുവിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താമെന്ന് ലാലേട്ടൻ പറഞ്ഞു. പിന്നെ അറിയാമല്ലോ, രേണുവിൻ്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ സുചേട്ടൻ്റെയും രേണുവിൻ്റെയും മകനെ പരിചയപ്പെടുത്തി. അതുപോലെ രേണു ഇളയ മകനെ പരിചയപ്പെടുത്തി, മറ്റ് കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്തു. ശേഷം രേണു പറയാണ്, സുചേട്ടൻ ഒരിക്കലും മിസ് ചെയ്യില്ല, സുചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പിന്നെ തിരികെ നമ്മൾ ബിഗ് ബോസ് വേദിയിലേക്ക് വന്നു. വേദിയിൽ ലാലേട്ടൻ പല കാര്യങ്ങളും ചോദിച്ചു. എങ്ങനെ നിൽക്കാനാണ് താല്പര്യം, എങ്ങനെയാണെന്നൊക്കെ രേണു തക്കതായ കാരണങ്ങൾ പറഞ്ഞു. എനിക്കിതാണ് താല്പര്യം എന്നുള്ള വിവരങ്ങൾ വ്യക്തമായിട്ട് രേണു ബോധ്യപ്പെടുത്തി. അപ്പോൾ അടുത്തത് ബിഗ് ബോസിൻ്റെ അകത്തേക്കുള്ള പ്രവേശനമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങൾ വഴിയെല്ലാം രേണുവിനെ വളരെ കാര്യമായിട്ടാണ് പ്രശംസിച്ചതും ട്രീറ്റ് ചെയ്തതും. ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, എല്ലാം ഉള്ളിലെടുത്ത് രേണുത ബിഗ് ബോസിലേക്ക് അകത്തേക്ക് കയറുകയാണ്. ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ തന്നെ രേണു പറയുന്നുണ്ട്, എൻ്റെ സുചേട്ടാ ഞാൻ വന്നു എന്നൊരു വാക്ക് പറഞ്ഞാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ചെറിയൊരു നെഗറ്റീവ് വന്നേക്കാം. കാരണം ഇവിടെയും സെൻറ്റിമെൻ്റൽ ഒരു അപ്രോച്ചാണോ രേണു ബിഗ് ബോസിൽ എടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. വളരെ വ്യക്തമായ ഒന്നാണ്. ഇനി സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു തന്നെയാണോ ഇനിയും രേണു ബിഗ് ബോസിൽ കളിക്കാൻ പോകുന്നത് എന്ന് വരെ നമുക്ക് സംശയം ഉണ്ടാക്കും. അപ്പോഴാണ് രേണുവിന് എൻട്രി വരുമ്പോഴാണ് നമ്മുടെ ആങ്കർ ശാരികയും രേണു പണ്ടൊന്ന് വേദിയിൽ മീൻസ് ഇൻ്റർവ്യൂവിലൊന്ന് ഉടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് രേണുവിൻ്റെ മൈലിലും കിട്ടിയിട്ടുണ്ട്, ശാരികയുടെ മൈലിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലാവുമോ വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ ഒരു വഴക്കോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. എന്തായാലും രേണുവിന് ബിഗ് ബോസിലേക്ക് സ്വാഗതം.